ചലച്ചിത്രമേളയുടെ 7ാം ദിവസമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത് പ്രേക്ഷക പ്രീതി നേടിയ ചിത്രങ്ങൾ. 72 സിനിമകളാണ് ഇന്ന് തിരശ്ശീലയിലെത്തുന്നത്. ഇന്നത്തെ പ്രദർശനങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കേന്ദ്രത്തിന്റെ വെട്ടേറ്റ പലസ്തീൻ 36 എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ഒപ്പം തന്നെ വാജിബ്, ബീഫ് എന്നിവയും കേന്ദ്രം വിലക്കിയ സിനിമകളായിരുന്നു. മത്സര വിഭാഗത്തിലേക്കുള്ള സിനിമകളുടെ പ്രേക്ഷക വോട്ടിംഗും ഇന്ന് ആരംഭിക്കും. വിവരങ്ങളുമായി മാനസ IFFK വേദിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം IFFK കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. മാനസ, ഏതായാലും കേന്ദ്രം വെട്ടിയ സിനിമകൾ നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. ബീഫും പലസ്തീൻ 36ഉം ഒക്കെ ഇന്ന് വീണ്ടും പ്രേക്ഷകരുടെ മുൻപിലേക്ക് വരികയാണ്. കേരളം ഒരു നിലപാടങ്ങ് പറയുകയാണ്. സംഘപരിവാർ പറയുന്നതിന് മുൻപിൽ കീഴടങ്ങുന്നതല്ല കേരളത്തിന്റെ നിലപാടെന്ന്, കേരളത്തിന്റെ സ്വഭാവമെന്ന് നമ്മൾ വീണ്ടും തെളിയിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനു. കേരളം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നത് ചലച്ചിത്ര പ്രേമികളും അതോടൊപ്പം തന്നെ കേരളവും ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, 2 ദിവസം മുൻപായിരുന്നു കേന്ദ്രത്തിൻ്റെ ഈ ഒരു അപ്രതീക്ഷിത നിലപാടും നിർദ്ദേശവും ഉണ്ടായിരുന്നത്. ഏകദേശം 19ഓളം സിനിമകളാണ് ഈ പ്രദർശന അനുമതി നിഷേധിക്കപ്പെട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. നിരന്തരം ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് വരുമ്പോഴും എന്ത് രീതിയിലാണ് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സിനിമകൾ കേന്ദ്രം ഈ വിലക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ ചോദ്യങ്ങളൊക്കെയും തന്നെ ബാക്കിയായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് പലസ്തീൻ അനുകൂല സിനിമകളാണ്. ഒപ്പം രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് BJP നിലപാടിന് വിരുദ്ധമായ സിനിമകൾ, ഇതൊക്കെയും തന്നെയാണ് ഇവരെ ചൊടിപ്പിച്ചത്. ആ സിനിമകളൊന്നും തന്നെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കേണ്ട എന്ന നിലപാടിലേക്ക് കേന്ദ്രം പോകുന്ന ഒരു നിലപാടായിരുന്നു. ഇന്ന് ഏതായാലും IFFKയുടെ 7ാമത്തെ ദിവസമാണ്. 7ാം ദിവസവും നിരവധി ചിത്രങ്ങൾ തന്നെയാണ് എത്തുന്നത്. ഇന്ന് 72 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സൂചിപ്പിച്ച ഈ നിരോധിക്കപ്പെട്ട ഓരോ ചിത്രങ്ങളും, അതായത് 19 ചിത്രങ്ങൾ സ്ക്രീനിംഗ് റദ്ദാക്കിയിരുന്നു. അതൊക്കെയും തന്നെ ഓരോ ദിവസങ്ങളിലായി പ്രദർശിപ്പിക്കുകയാണ്. അതിൽ ഏറെ പ്രതീക്ഷിച്ച പ്രേക്ഷകർ കാത്തു നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നതാണ് പലസ്തീൻ 36 എന്ന് പറയുന്നത്. ഒപ്പം തന്നെയാണ് വാജിബ്, ബീഫ് എന്നിവയും ഈ ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു. അത് കാണാനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകർ ഉള്ളത്. ഒരുപക്ഷെ ഈ IFFKയിൽ ഇത്തരത്തിൽ, അതായത് സിനിമകളുടെയൊക്കെയും തന്നെ ഇടം പിടിച്ച, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചുപറ്റിയ സിനിമകൾ, അതോടൊപ്പം തന്നെ പ്രേക്ഷക ഈ റിവ്യൂ അനുസരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ശ്രദ്ധിച്ച സെലക്ട് ചെയ്ത സിനിമകളൊക്കെയും തന്നെയായിരുന്നു ഇത്തവണത്തെ മേളയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ സിനിമ കാണാൻ മാത്രമായിരുന്നു ഈ മേളയിൽ എത്തിയിരുന്നത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ IFFK വൈബും ഒരിടത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ സിനിമകളുടെ തകൃതിയായ പ്രദർശനവും ഒരു ഇടത്ത് നടക്കുന്നു. അതിനായുള്ള ആളുകൾ നമുക്കറിയാം, ഈ നഗരത്തിലെ തന്നെ വിവിധ തിയേറ്ററുകളിലായാണ് ഓരോ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അടുത്ത സ്ക്രീനിങ് കാണാനായുള്ള നെട്ടോട്ടം അല്ലെങ്കിൽ ഓട്ടപ്പാച്ചിൽ തന്നെയാണ് നമ്മൾ കണ്ടത്. അതിനായി ഇലക്ട്രിക് ബസ്സുകളുടെ സംവിധാനമുണ്ട്. ഒപ്പം തന്നെ കേരള സവാരിയുടെ സംവിധാനമുണ്ട്. ഇതൊക്കെയും തന്നെ ഉപയോഗപ്പെടുത്തിയാണ് പ്രേക്ഷകർ, ഓരോ ആളുകളും പലയിടങ്ങളിൽ നിന്നായി, വിവിധ കോണുകളിൽ നിന്നായി എത്തിയ ആളുകളൊക്കെയും തന്നെ ഇവിടെ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് 7ാം ദിനമാണ്. നാളെയാണ് IFFKയുടെ തിരശ്ശീല വീഴുന്നത്. നമുക്കറിയാം, ഈ ചലച്ചിത്ര നഗരമായ തലസ്ഥാന നഗരം 8ാമത്തെ ദിവസമായ നാളെ ചലച്ചിത്രോത്സവം അവസാനിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇന്നോ നാളെയോ, ഒരുപക്ഷെ നാളെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ റസൂൽ പൂക്കുട്ടി എത്താനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ അക്കാദമി ചെയർമാനായി സ്ഥാനമേറ്റതിന് ശേഷമുള്ള ആദ്യ ചലച്ചിത്ര മേള തന്നെയായിരുന്നു ഇത്. പക്ഷേ അദ്ദേഹം ചുമതല ഏൽക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു IFFK സമയത്ത് തനിക്ക് ഇവിടെ ഉണ്ടാകാൻ സാധിക്കില്ല. കാരണം മുന്നേ കമ്മിറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ലണ്ടനിലാണ് അദ്ദേഹം ഉള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ആ പരിപാടികളൊക്കെയും അല്ലെങ്കിൽ ആ പ്രോഗ്രാമൊക്കെയും തന്നെ പൂർത്തിയാക്കി നാളെ IFFK ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇവിടെ തലസ്ഥാനത്ത് എത്തും. അതോടുകൂടി കുറച്ചുകൂടി ആവേശം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെയും ആദ്യ ചലച്ചിത്രമേള തന്നെയാണ്. ഒരുപക്ഷെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി സ്ഥാനമേറ്റതിന് ശേഷമുള്ള ആദ്യ ചലച്ചിത്രമേള തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്
കേന്ദ്ര സർക്കാർ നിലപാടുകളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു ഭരണകൂടത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘപരിവാർ പറയുന്നതോ സംഘപരിവാർ ആഗ്രഹിക്കുന്നതോ കേൾക്കാനോ കാണാനോ അല്ല മലയാളി ഇരിക്കുന്നത് എന്ന് ഈ സർക്കാർ അവരോട് ഒരിക്കൽ കൂടി തല ഉയർത്തിപ്പിടിച്ച് പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതാണ് തിരുവനന്തപുരത്ത് ഇന്ന് പലസ്തീൻ 36ഉം ബീഫും ഒക്കെ വീണ്ടും പ്രദർശനത്തിന് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.